ലോകരാജ്യങ്ങളുടെ പിന്തുണ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങളുടെ പിന്തുണ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്ന ആശങ്ക ലോകരാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ടായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പാകിസ്ഥാൻ എങ്ങനെ ഭീകരവാദത്തിന്റെ കേന്ദ്രമായി മാറുന്നു? പാകിസ്ഥാൻ എങ്ങനെയാണ് ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നത്? സമീപകാലത്ത് അവിടുത്തെ പട്ടാളവും സർക്കാരും സ്വീകരിക്കുന്ന നിലപാടെന്താണ്? പഹൽഗാം സംഭവത്തിൽ എന്താണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾക്കും അവിടുത്തെ സേനയ്ക്കുമുള്ള പങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ നമ്മൾ നേതാക്കളുടെ സംഘത്തെ, എംപിമാരുടെ സംഘത്തെ അയക്കുകയാണ്. അവർ വിവിധ രാജ്യങ്ങളിൽ നയതന്ത്ര കൂടിയാലോചനകൾ നടത്തുകയാണ്. അനൂപ് ദാസ് നൽകും ഇപ്പോഴത്തെ അത്തരം ചർച്ചകളുടെ പുരോഗതിയുടെ വിശദാംശങ്ങൾ. ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ സന്ദേശം ലോകത്താകമാനം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ജപ്പാനിലെത്തിയ സർവകക്ഷി സംഘം ജപ്പാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. ജോൺ വിട്ടാസ് എം പി ഉൾപ്പെടെയുള്ളവരുടെ സംഘമാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നുവെന്ന് ജപ്പാൻ അറിയിച്ചിട്ടുണ്ട്. UAE-യിലെത്തിയ സംഘം അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായിട്ടും ഭരണരംഗത്തെ പ്രമുഖരുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്നും നാളെയുമായി കൂടുതൽ ജനപ്രതിനിധികളുമായും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുമായിട്ടും ഇന്ത്യൻ സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. റഷ്യയിലേക്ക് പുറപ്പെട്ട കനിമൊഴി MP നേതൃത്വം നൽകുന്ന സംഘം റഷ്യയിലെ ദൗത്യം ഇന്ന് ആരംഭിക്കും. മാത്രവുമല്ല, മറ്റു സംഘങ്ങൾ വരും ദിവസങ്ങളിൽ യാത്ര തിരിക്കും. ലോകത്താകമാനമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് എത്തി ഇന്ത്യയുടെ നയം വിശദീകരിക്കുമ്പോൾ അത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദങ്ങളെ കേന്ദ്ര സർക്കാർ തള്ളിക്കളയുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് സംസാരിച്ചാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ വ്യക്തമാക്കിയിരിക്കുന്നു. അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി തുടരുന്ന മൗനം അപകടകരമാണ് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.